ഈ വർഷം തന്നെ റിലീസ് ഉണ്ടായിട്ടും രജനി ചിത്രമായിരുന്നിട്ടും വേണ്ട ഹൈപ്പൊന്നുമില്ലാതെ ചെറിയ റിപ്പോർട്ടുകളിൽ ഒതുങ്ങിയ ജയിലറിന് പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ പ്രഖ്യാപനത്തോടെ. മലയാളത്തിൽ പഴയ മോഹൻലാൽ എന്നും പുതിയ മോഹൻലാൽ എന്നും ഒക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഒരു ക്യാമിയോ റോളിന് ഇത്രയധികം വലിയൊരു സ്വീകരണം കിട്ടുന്നത്. വിവരം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ ഹൈപ്പ് ആരംഭിച്ചിരുന്നു എന്ന് പറയണം. ജയിലറിന്റെ ചിത്രീകരണത്തിനായി രജനീകാന്ത് ഹൈദരാബാദിലേക്ക് തിരിച്ചതിന് പിന്നാലെയാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന അഭ്യൂഹം പരക്കുന്നത്. സിനിമ അനലിസ്റ്റ് ശ്രീധർ പിള്ളയുടെ ട്വീറ്റിന് പിന്നാലെ കാട്ടുതീ പോലെ പടർന്ന ഈ റിപ്പോർട്ട് മൂന്നാം ദിവസം നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് തന്നെ സ്ഥിരീകരിച്ചു. ഒപ്പം ഒരു ചിത്രവും, ഐറോണിക്കലി മോഹൻലാലിന്റെ ഒരു വിന്റേജ് ലുക്ക്. റിപ്പോർട്ട് അനുസരിച്ച് 2-3 ദിവസത്തെ ഷെഡ്യൂളിൽ ചിത്രീകരണം അവസാനിക്കുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമാണ് സിനിമയിൽ മോഹൻലാലിനുള്ളത്. അതിൽ രജനിയും മോഹൻലാലും ആദ്യമായി സ്ക്രീൻ പങ്കിടുന്ന കോമ്പിനേഷൻ സീൻ ഉണ്ടാകുമെന്നതിലും സംശയമില്ല. ആ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴേ പ്രേക്ഷകർ ആരംഭിച്ചു കഴിഞ്ഞു. പുറത്തുവന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡീകോഡിംഗ് ഒക്കെ വെച്ച് ജയിലറിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകളിലായിരിക്കുമോ മോഹൻലാൽ കഥാപാത്രത്തിന്റെ എൻട്രി എന്നും മറ്റും പ്രചാരണങ്ങളുണ്ട്. പോരാത്തതിന് ഒരു അണ്ടർവേൾഡ് ഡോൺ ആയിരിക്കും കഥാപാത്രമെന്ന് മറ്റൊരു റിപ്പോർട്ടും. എല്ലാം കൊണ്ടും ജയിലറുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ എക്സൈറ്റ്മെന്റ് ഒരൊറ്റ ഫോട്ടോയിലൂടെ വർദ്ധിച്ചിരിക്കുകയാണ്. നേരത്തെ കമൽഹാസനൊപ്പം ഉന്നൈ പോലെ ഒരുവൻ, വിജയ്ക്കൊപ്പം ജില്ല, സൂര്യയ്ക്കൊപ്പം കാപ്പാൻ എന്നിങ്ങനെ തമിഴ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് ലിസ്റ്റിലുള്ളവരോടൊപ്പമെല്ലാം മോഹൻലാൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം ഇനി രജനീകാന്തിനൊപ്പം ഒരു സിനിമ എന്ന നിലയിൽ പ്രതീക്ഷയുണ്ടായിട്ടുമുണ്ട്. ഇൻഫാക്ട് രജനിയുടെ ശിവാജി എന്ന ചിത്രത്തിൽ നടൻ സുമൻ ചെയ്ത നെഗറ്റീവ് ക്യാരക്ടർ റോളിൽ മോഹൻലാലിനെ പ്ലാൻ ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഡേറ്റിന്റെ വിഷയം കാരണം ആ റോളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നതായി മോഹൻലാൽ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒടുവിൽ ഇരുവരും ഒന്നിക്കുന്ന ഒരു ചിത്രം യാഥാർത്ഥ്യമാവുമ്പോൾ ഇന്ത്യൻ പ്രേക്ഷകൻ ഉറ്റുനോക്കുന്ന എലമെന്റായി മോഹൻലാൽ എന്ന ബ്രാൻഡ് മാറുകയാണ്. മലയാള സിനിമയ്ക്ക് ആഗോള പ്രേക്ഷകനെ ഉണ്ടാക്കിയതിൽ മണിച്ചിത്രത്താഴ് മുതലുള്ള മോഹൻലാൽ ചിത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബോളിവുഡ് ഉൾപ്പെടെ മോഹൻലാൽ ചിത്രങ്ങളെ റീമേക്ക് ചെയ്ത് ലാഭം ഉണ്ടാക്കിയതിന്റെ ഉദാഹരണം ദൃശ്യം വരെ എത്തി നിൽക്കുന്നു. ഓവർസീസ് പ്രേക്ഷകരുടെ വളർച്ചയെക്കുറിച്ച് പരാമർശിച്ചാലും അതിലും പുലിമുരുകനിൽ നിന്ന് ലൂസിഫർ വരെ എത്തി നിൽക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ ഉൾപ്പെടും. മലയാളത്തിന് പുറത്ത് ഇതര ഭാഷകളിൽ മോഹൻലാൽ ഉണ്ടാക്കിയെടുത്ത സ്പേസും ഇതോടൊപ്പം പരാമർശിക്കണം. മുൻപ് പറഞ്ഞ തമിഴ് ചിത്രങ്ങൾ ഉൾപ്പെടെ 15ഓളം ഇതര ഭാഷാ ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ക്യാമിയോ റോളുകളും സപ്പോർട്ടിംഗ് ക്യാരക്ടറുകളും മാറ്റിവെച്ചാൽ ഹിന്ദിയിൽ സംവിധായകൻ റാം ഗോപാൽ വർമ്മയുടെ കമ്പനിയും ആകുമാണ് എടുത്തു പറയാനുള്ള 2 ചിത്രങ്ങൾ. അതിൽ കമ്പനി അത്യാവശ്യം വർക്കൗട്ട് ആയെങ്കിലും ഷോലയുടെ അഡാപ്റ്റേഷനായ ആഗ് ബോക്സ് ഓഫീസിലും നിരൂപക പ്രതികരണത്തിലും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. തെലുങ്കിലും കന്നഡയിലുമായി പുനീത് രാജ്കുമാർ അടക്കമുള്ളവർക്കൊപ്പം ചെറുതെങ്കിലും പ്രധാനപ്പെട്ട വേഷങ്ങളിലും മോഹൻലാൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പെർഫോമൻസിന് അവസരം നൽകിയ ജനതാ ഗാരേജ് ആയിരിക്കും ഇന്ന് കാണുന്ന ഹൈപ്പിലേക്ക് ഒരു മലയാള ഇതര മോഹൻലാൽ ചിത്രത്തിൽ പ്രതീക്ഷ വയ്ക്കാൻ പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നത്. 2016 പുറത്തു വന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ 135 കോടിയാണെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ജൂനിയർ NTR മുത്തെത്തിയ ആ ചിത്രം മോഹൻലാലിന്റെ സൂപ്പർ സ്റ്റാർ ടാഗിനെ മലയാളത്തിന് പുറത്ത് എക്സ്പ്ലോർ ചെയ്ത ഒരു ചിത്രം എന്ന നിലയിൽ കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒതന്റിസിറ്റി നഷ്ടപ്പെടാനോ ഇമ്പാക്ട് പോവാനോ ഇടയില്ലാതെ ഏത് ഭാഷയിലും തന്റെ കഥാപാത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന റിസൾട്ട് കൂടിയായിരിക്കണം സ്വന്തമല്ലാത്ത ഭാഷയിൽ അഭിനയിക്കുന്ന മറ്റു നടന്മാരിൽ നിന്നും മോഹൻലാലിനെ കൂടുതൽ ഒറിജിനൽ ആക്കുന്നത്. ഋഷഭ എന്ന മൾട്ടിലിംഗ്വൽ ചിത്രത്തിന്റെ ലീഡായി മോഹൻലാലിനെ കാസ്റ്റ് ചെയ്ത കന്നഡ സംവിധായകൻ നന്ദകിഷോർ അടുത്തിടെ പങ്കുവച്ച എക്സൈറ്റ്മെന്റും ഇതിന് തെളിവാണ്. മൾട്ടി ഡൈമെൻഷനലായ ഒന്നിലധികം കഥാപാത്രങ്ങളുടെ സാധ്യത പരിശോധിക്കാൻ മോഹൻലാലിനപ്പുറം ഒരു മികച്ച ഓപ്ഷൻ അദ്ദേഹം കാണുന്നില്ല. ഇനി ഒരു അതിഥി വേഷത്തിൽ ഒതുങ്ങുമെങ്കിലും ജയിലറിലും മോഹൻലാൽ അവശേഷിപ്പിക്കുന്ന അത്തരം ഒരു സ്പെഷ്യൽ എലമെന്റിനായിരിക്കും പ്രേക്ഷകനും കാത്തിരിക്കുന്നത്. രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിങ്ങനെ തമിഴ്, മലയാളം, കന്നഡ ലെജൻഡുകൾ ഒന്നിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡിൽ നിന്ന് അമിതാഭ് ബച്ചൻ എത്തുമെന്ന മറ്റൊരു അഭ്യൂഹവും ഇതിനിടെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൾട്ടി സ്റ്റാററായ വിക്രത്തിന്റേതുപോലെ ഒരു ഫുള്ളി പാക്ഡ് എന്റർടൈനറായി രജനി ചിത്രം മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്.